നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഫേസ്ബുക്ക്. ഈ ഫേസ്ബുക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സിനെ പറ്റിയാണ് ഈ വീഡിയോ. എന്താണ് ഈ സെറ്റിംഗ്സ്, അതുകൊണ്ട് എന്താണ് നമുക്ക് ഉപകാരം, ഇതൊക്കെ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുകൂടാണ്ട് ഫേസ്ബുക്കിലുള്ള മറ്റൊരു ടിപ്സ് ബോണസ് ആയിട്ടും. നമുക്ക് ഈ സെറ്റിംഗ്സ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നേരം ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ ഓരോ വീഡിയോ ഇങ്ങനെ എടുക്കുന്നേരം അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പ്ലേ ആകുന്നത് കാണാം. എല്ലാ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആവും. ഇങ്ങനെ പ്ലേ ആകുന്നവർ എന്ത് സംഭവിക്കും? നമ്മളെ മൊബൈൽ ഡാറ്റ വേഗം അങ്ങ് തീർന്നു പോകും. നിങ്ങളിങ്ങനെ ആലോചിക്കും, ചില സമയത്ത് 1.5 GB അല്ലെങ്കിൽ 2 GB ഡാറ്റ ഉണ്ടായാലും ഉച്ചയായിക്കാളുള്ളൂ ഇത് വേഗം അങ്ങ് തീർന്നു പോയി. കുറച്ചു നേരം ഫേസ്ബുക്ക് ഉപയോഗിച്ചിട്ടല്ലേ ഉള്ളൂ, എന്താ ഇത്ര പെട്ടെന്ന് തീർന്നത്? ഫേസ്ബുക്കിലെ വീഡിയോ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകുന്ന നേരം നമ്മളെ ഡാറ്റ പെട്ടെന്ന് തീരും. അത് കൂടാണ്ട് പേജ് ലോഡ് ആകാനും സമയമെടുക്കും. ഇതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം, അതൊന്നങ്ങ് ഓഫാക്കുക. അതെങ്ങനെയാണ് ഓഫാക്കേണ്ടത്, എവിടെയാണ് ഓഫാക്കേണ്ടത്? അതിന് നിങ്ങൾ ഫേസ്ബുക്കിന്റെ സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സിലേക്ക് പോകാന് മേലെ വലത് ഭാഗത്ത് 3 വര കാണാം. ആ വരയും ചെറുങ്ങനെ ഒന്ന് തൊട്ട് കൊടുക്കുക. എന്നിട്ട് താഴെ ഭാഗത്ത് സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി കാണും, അതിൽ തൊട്ട് കൊടുക്കുക. ഇവിടെ സെറ്റിംഗ്സ് ഉണ്ടാവും, അത് എടുക്കുക. അതെടുത്തു കഴിഞ്ഞാൽ ഇവിടെ മീഡിയ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് എടുക്കുക. മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ പ്ലേ എന്നുള്ളൊരു സംഭവം ഉണ്ട്. അതിൽ 3 ഓപ്ഷനാണുള്ളത്. ഓൺ മൊബൈൽ ഡാറ്റ ആൻഡ് വൈഫൈ, അതായത് മൊബൈൽ ഡാറ്റയിലും വൈഫൈയിലും നമുക്ക് ഓട്ടോ പ്ലേ ആവാനുള്ള ഓപ്ഷന്. ഓൺ വൈഫൈ ഓൺലി, നെവർ ഓട്ടോ പ്ലേ വീഡിയോസ്. ഇതിൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ ഓഫ് ആക്കിയിട്ട് രണ്ടാമത്തതോ മൂന്നാമത്തതോ ആക്കി വെക്കാം. വൈഫൈയിൽ നമുക്ക് ഓട്ടോ പ്ലേ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ ഡാറ്റ തീരുന്ന ഒരു പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ നെവർ ഓട്ടോ പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒന്നും ഓട്ടോ ആയിട്ട് പ്ലേ ആകുകയില്ല. നമ്മൾ ക്ലിക്ക് ചെയ്ത് പ്ലേ ആക്കിയാൽ മാത്രമാണ് പ്ലേ ആവും. അപ്പം മൂന്നാമത്തതാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ഫേസ്ബുക്ക് ലോഡ് ആകാനും അത് നല്ലതാണ്. സംഭവം തിരിഞ്ഞിക്ക പറഞ്ഞ് ചുരുക്കി പറഞ്ഞാൽ ഈ ഓട്ടോ പ്ലേ അങ്ങ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഒന്നും ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ആകില്ല. ഫേസ്ബുക്ക് തുറക്കുന്ന നേരം വീഡിയോ ഉണ്ടെങ്കിൽ നമ്മൾ പ്ലേ ആക്കിയാൽ പ്ലേ ആവും. അങ്ങനെ നമ്മളെ മൊബൈൽ ഡാറ്റ നമുക്ക് ലാഭിക്കുകയും ചെയ്യാം. ഇനി പറഞ്ഞെങ്കിലേ ഒരു ബോണസ് ടിപ്സ് തരാന്ന്. അത് സംഭവം എന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ആരോ ചോദിക്കുന്നത് കേട്ടിക്ക്, നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുന്നു, അത് എങ്ങനെ ബ്ലോക്ക് ചെയ്യും? നമുക്ക് വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് നമുക്ക് ലിമിറ്റ് ചെയ്യാം. അതിനെവിടെയാ പോകണ്ടേ? അതിന് നിങ്ങൾ സെറ്റിംഗ്സ് തന്നെ കുറച്ച് താഴെ ഭാഗത്തേക്ക് വരിക. താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ ഹൗ പീപ്പിൾ ക്യാൻ ഫൈൻഡ് യു, കോണ്ടാക്ട് യു എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹൂ ക്യാൻ സെൻഡ് യു ഫ്രണ്ട് റിക്വസ്റ്റ്. അതായത് നമുക്ക് ആരൊക്കെ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കണം എന്നുള്ള ഒരു ഓപ്ഷനാണ്, അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്താൽ ഇവിടെ എവരി വണ്ണും ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്നുള്ള 2 ഓപ്ഷൻ ഉണ്ടാകുക. ഇത് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിലേക്ക് മാറ്റി വെക്കുക. ഇത് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല, നമുക്ക് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സിലേക്ക് ആക്കി വെക്കാനേ പറ്റും. അതായത് നമ്മളെ ഫ്രണ്ട്സിന്റെ ഫ്രണ്ട്സിന് നമുക്ക് റിക്വസ്റ്റ് അയക്കാം. എവരി വൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന ഏതൊരാൾക്കും നമുക്കൊരു റിക്വസ്റ്റ് അയക്കാനാവും. അത് വേണ്ട, നമുക്ക് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫേസ്ബുക്കിലെ ഈ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പ് അറിയാനുന്നുണ്ട് എന്ന് കമന്റ് ചെയ്യുക. അറിഞ്ഞൂടെങ്കിൽ നിങ്ങളെപ്പോലെ അറിഞ്ഞൂടാത്ത വേറെ ചങ്ങായിമാരുണ്ടാകില്ലേ, ഓലിക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്, പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.